വീണ്ടും ഒരു ബീഫിൻ്റെ ഒരു അടിപൊളി കിടുക്കാച്ച് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ബീഫ് കൊണ്ടാട്ടം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ? അടിപൊളിയാണ്. എല്ലാവരും ഇപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നോക്കാം നമുക്കത് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇവിടെ ഒരു 1/2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ഈ 1/2 കിലോ ബീഫിനെ വലിയ വലിയ കഷ്ണങ്ങളായിട്ടിട്ടാണ് അത് വേവിച്ചെടുക്കാൻ പോകുന്നത്. ഇനി അത് വേവിച്ചെടുത്തതിന് ശേഷം നമുക്കതിനെ നുറുക്കിയെടുക്കാം. അപ്പോൾ ആദ്യം അത് നമുക്ക് വേവിക്കാനുള്ള പണികളൊക്കെ ചെയ്യാം. അപ്പോൾ അതിനെ കുക്കറിലിട്ട്, ആ വലിയ പീസോട് കൂടി തന്നെ കുക്കറിലിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മല്ലിപ്പൊടി കുറച്ചിട്ടാൽ മതി കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടി, ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും കൂടെ ചതച്ചത് അതും കുറച്ചിട്ട് കൊടുക്കാം. ഒരു 2 വേപ്പിലയും പിന്നെ ആവശ്യത്തിന് ഉപ്പ് അതും കൂടെ ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച്, ആ ബീഫ് വേവാനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതിനങ്ങ് വേവിച്ചെടുക്കാം. അപ്പോൾ വേവിച്ചെടുക്കുമ്പോൾ ഇത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ തന്നെ ഒരു 3/4 ഭാഗത്തോളം വെന്തിട്ടുണ്ടായിരിക്കണം. മനസ്സിലായില്ലേ? ഒരു 98% ബീഫ് വെന്തിട്ടുണ്ടായിരിക്കണം. അങ്ങനെയായിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പണികളൊക്കെ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ അതിനു വേണ്ടി ഒരു 5-6 വിസിൽ അത് കൊടുക്കുക. 5-6 വിസിൽ കൊടുത്ത് അത് വെന്ത് കഴിയുമ്പോൾ നമുക്കതിനെ മാറ്റിയെടുക്കാം. വെള്ളത്തിൽ നിന്ന് മാറ്റിയെടുത്ത് വെക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് അതിനകത്ത് കിടന്ന് വെന്ത് നമ്മളതിനെ മാറ്റിയെടുത്തിട്ടുണ്ട്. ആ വെള്ളം, കുറച്ച് വെള്ളം ഉണ്ടാവും, ആ വെള്ളം മാറ്റി വെക്കാൻ നമുക്ക് അവസാനം ആവശ്യം വരും. എന്നിട്ട് ഈ ബീഫ്, ഈ പീസിനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഞാനിപ്പോൾ കട്ട് ചെയ്തിട്ടുള്ളത് നീളത്തിലാണ്. നീളത്തിൽ കട്ട് ചെയ്യണമെന്ന് വേറെ ഒന്നുമില്ല, കുറച്ച് ഭംഗി ഇരുന്നോട്ടെ എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഇനിയിപ്പോൾ അതല്ല, കുഞ്ഞു കുഞ്ഞു പീസുകളായിട്ട് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്യാം. ചിലവർക്ക് ചെറിയ ചെറിയ ബീഫിൻ്റെ പീസുകൾ കഴിക്കാനായിരിക്കും ഇഷ്ടം. അപ്പോൾ അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെ കട്ട് ചെയ്യാം. ഷേപ്പ് അതൊരു പ്രശ്നമല്ല, ടേസ്റ്റാണ് നമുക്ക് മുഖ്യം അല്ലേ? അപ്പോൾ ഷേപ്പ് അവരവരുടെ ഇഷ്ടത്തിന് നമ്മുടെ ഷേപ്പിന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ നീളത്തിൽ കട്ട് ചെയ്തു എന്ന് മാത്രം. നീളത്തിൽ കട്ട് ചെയ്യുമ്പോൾ നല്ലോണം ഇങ്ങനെ കനം കുറച്ച് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസിനൊക്കെ നുറുക്കുന്ന ആ ഒരു പരുവത്തിൽ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിങ്ങനെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള കഷ്ണങ്ങൾ നമുക്ക് കുറച്ച് ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്ത് അതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ പറഞ്ഞ പോലെ ഡീപ്പ് ഫ്രൈഡ് ആവശ്യമില്ല. ഡീപ്പ് ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബീഫ് കടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പോരില്ല, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് വലി നടത്തേണ്ടി വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഡീപ്പ് ഫ്രൈ വേണ്ട, കുറച്ചൊന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുത്ത് അതിനെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സോഫ്റ്റോട് കൂടി നമുക്ക് കഴിക്കാൻ പറ്റും. സോഫ്റ്റ് ആകുമ്പോൾ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതിനെ നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ച് മറിച്ചിട്ട് കൊടുത്ത് പെട്ടെന്ന് തന്നെ അതിനെ ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വയ്ക്കാം. അതങ്ങനെ ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെച്ചതിന് ശേഷമാണ് ഇനി നമ്മുടെ കൊണ്ടാട്ടം പരുവം നടത്താൻ പോകുന്നത്. അപ്പോൾ നമ്മളിതൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് മസാല ആക്കാനുള്ള പണിയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് കൊടുത്തു. ആ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞതും, കുറച്ച് വേപ്പിലയും, ചെറിയ ഉള്ളി ഒരു 10-20 എണ്ണം, ചെറുള്ളി ആയിരിക്കും ടേസ്റ്റ്, അതും കൂടി ഇട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അത് നല്ലോണം ഒന്ന് വഴഞ്ഞു വരുമ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി കൂടി ഇട്ട് അതിനെ വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ എരിവ് വേണ്ടവർക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ ഇവിടെ എരിവിടെ അധികം ആവശ്യമില്ലാത്ത കാരണം മുളക് പൊടി പിന്നെ ഇട്ടില്ല, മുന്നിട്ടത് എടുത്തിട്ടുള്ളൂ. പിന്നെ കൊണ്ടാട്ടം ഇടുമ്പോൾ അതിനകത്ത് ഉണ്ടാവില്ല മുളക്. ഇനി നമുക്ക് അതിനകത്ത് പിന്നെ നമ്മൾ കൊണ്ടാട്ടം, നമ്മുടെ മെയിൻ സംഭവമായ കൊണ്ടാട്ടവും വറ്റൽമുളകും കൂടെ പൊടിച്ചു വെച്ചിരുന്നത് ഇട്ട് മിക്സ് ചെയ്ത് നല്ലോണം ഇളക്കി കൊടുത്തു. മെയിൻ സംഭവമാണ് കൊണ്ടാട്ടം. ആ കൊണ്ടാട്ടം എന്ന് പറയുന്നത് ഒരു 5-6 എണ്ണം എടുത്തേക്കാം. എന്നിട്ട് അതും 2 വറ്റൽമുളകും കൂടെ കൂട്ടി ഒന്ന് മിക്സിയിൽ ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്തിട്ട് അതും കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം വഴറ്റിയെടുക്കാം. അപ്പം മുളക് മുരിയണേൻ്റെ ഒരു സ്മെല്ല് വരും. അത് വന്നു കഴിയുമ്പോൾ കുറച്ച് കെച്ചപ്പ് ഒഴിച്ച് കൊടുക്കുക. കെച്ചപ്പ് ചിലവർക്ക് കെച്ചപ്പിൻ്റെ ഒരു ടേസ്റ്റ് കൂടുതൽ നിൽക്കണം, അങ്ങനെയുള്ളവർക്ക് കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാം.
എന്നിട്ട് അതിനെ നല്ലോണം ഒന്ന് വഴറ്റി അങ്ങോട്ട് എടുത്തിട്ട് നമ്മൾ മാറ്റി വെച്ച ബീഫിൻ്റെ വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം കുറച്ചൊഴിച്ച് കൊടുക്കുക, ഒരു ചെറിയൊരു ഗ്രേവിക്ക്. ആ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തൊന്ന് നല്ലോണം തിളച്ച് വരുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഈ ബീഫിൻ്റെ കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുത്ത് അത് നല്ലോണം മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് കുറച്ച് നേരം ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ചേക്കാം. മൂടി വെച്ച് കഴിഞ്ഞാൽ ആ മസാലയൊക്കെ ആ ബീഫിലേക്ക് ഒന്ന് പിടിച്ച് നല്ലൊരു മണമൊക്കെ വരും. അതിന് ശേഷം നമുക്ക് ആ മൂടി തുറന്ന് നമുക്ക് നമ്മുടെ പാത്രത്തിൽ സെർവ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പമാണ്. എളുപ്പം പോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ് ബീഫ് കൊണ്ടാട്ടം. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു റെസിപ്പി ആയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.